സ്തോത്രം. യേശു മതിയായത്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായി ഈ നല്ല രാത്രി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ സ്ഥിതിയിലായിരിക്കുവാൻ, ആമേൻ, തിരുവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാനൊക്കെയും കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ കൊരിന്ത്യർ ലേഖനം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആത്മീക ചിന്തകൾ മറഞ്ഞു കിടക്കുന്ന ആത്മീക സത്യങ്ങളൊക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠനം ആരംഭിച്ചു. അവിടെ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവരെ അല്പം ശകാരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? അവരുടെ ഇടയിലുള്ള പക്ഷം പിടിക്കലുകള്, ഗ്രൂപ്പിസം, അതിന് ഭാഗമായി ഉണ്ടാകുന്ന ഈർഷ്യ, പിണക്കം ആദ്യായ കാര്യങ്ങളെയൊക്കെ അല്പം ഒന്ന് തർജ്ജനം ചെയ്യുകയും ശകാരിക്കുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നത് എന്നേക്കുമായി അവര് വിഷമത്തിൽ ആണ്ടുപോകേണ്ടതിനോ മുടിഞ്ഞു പോകേണ്ടതിനൊന്നുമല്ല. ആമീൻ. ചില പദ്യോപദേശങ്ങൾ അവർക്ക് കൈമാറുകയാണ്. നമുക്കറിയാം അവിടെ 4 ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പൗലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. പക്ഷേ വേണമെങ്കിൽ പൗലോസിനും ഒരു ഫാൻസ് അസോസിയേഷനൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത്, നിങ്ങൾ ഇത്രയും എനിക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ അത് ശരിയല്ല എന്ന് അഭിഷിക്തൻ ശാസിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന അനന്തരം വളരെ ശക്തമായ ഒരു ആത്മീക ദൂത് കൈമാറുന്നത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3-ന്റെ 16-ാമത്തെ വചനം നിങ്ങളൊന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 3:16. സഭയോട് പറയുകയാ, അല്ലയോ കൊരിന്ത്യരേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ ഇതിനകത്ത് പക്ഷം പിടിക്കാനോ ഗ്രൂപ്പ് കളിക്കാനോ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി അതിന്റെ ഭാഗമാകാനോ ഒന്നും ഇതിനകത്ത് വന്നവരല്ല. നിങ്ങളാരാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ആമേൻ. എന്താ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ? പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, ദൈവം വസിക്കേണ്ടതിന് വേണ്ടി ഇസ്രായേൽ ജനത്തിന്, ആമേൻ, ദൈവത്തിന്റെ വാസഗേഹം പണിയുവാൻ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുകയും ആലയം പണിയുന്നത്, സമാഗമന കൂടാരം, ആമേൻ, അത് മരുഭൂമിയിൽ കൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്, പിന്നീട് ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിയുന്നത് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഏതോ മനുഷ്യന്റെ കൈപ്പണിയായ ആലയത്തിനകത്തല്ല ദൈവം വസിക്കുന്നത്. ദൈവം പറയുകയാ, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ മക്കളുടെ അകത്താണ് ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒത്തിരി സന്തോഷിക്കാൻ വകയുണ്ട്. ആമേൻ. നമുക്കൊരു അഡ്രസ് ഭൂമിയിൽ ഒരുപക്ഷെ ഇല്ലായിരുന്നിരിക്കാം. നമ്മളെ ആരും മൈൻഡ് ചെയ്യാൻ കൂട്ടാക്കാത്ത, എല്ലാവരും അവഗണിക്കപ്പെട്ട, ഒരുപാട് അവഹേളനങ്ങളും നിന്ദകളും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ സന്തോഷിച്ച് തുള്ളണം. സർവശക്തനാകുന്ന കർത്താവിനെ വസിക്കാൻ അവൻ തിരഞ്ഞെടുത്ത അവന്റെ ഒരു മന്ദിരമാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ആ വെളിപ്പാട് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ അറിയാതെ സന്തോഷിക്കാൻ തുടങ്ങും. ആമേൻ. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ, ആമേൻ, സാന്നിധ്യം വെളിപ്പെടുന്നത് ജനത്തിന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ആമേൻ. യാഗം വെന്ത്, ആ യാഗവസ്തു കനൽമേൽ വെന്തെരിഞ്ഞ് അതിൻ്റെ പുക പൊങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ഷെഖീന, ഗ്ലോറി ഇറങ്ങി വരുന്നത്, ആമേൻ, ജനം കണ്ടിട്ട് അവർ സംതൃപ്തി അടഞ്ഞു. അതെ, ഞങ്ങളുടെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമാണെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ, ആമേൻ, നമ്മളിൽ വസിക്കുന്ന കർത്താവ്, മറ്റൊരു കാര്യം കൂടെ 2-ാമത്തെ പാർട്ടിൽ വായിച്ച വാക്യത്തിൽ 2-ാമത്തെ പാർട്ടിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനെ വഹിക്കുന്ന അവന്റെ ചലിക്കുന്ന ആലയങ്ങളാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചിരുന്നത് മറ്റൊരു തലത്തിലായിരുന്നു. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൻ എന്താ ചെയ്തേ? ഒരു കഴുതയുടെ പച്ചത്താടിയെടുത്ത്, അത് സാധാരണ കാര്യമല്ല, ഉണങ്ങിയ എല്ലാവർക്കും എടുക്കാം, കയ്യിൽ പിടിയിലൊത്തുങ്ങും. പക്ഷെ പച്ചത്താടിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വഴുവഴുപ്പുണ്ട്. ദൈവാത്മാവിന്റെ ശക്തി വന്നപ്പോൾ അവന്റെ കയ്യിൽ ആ വഴുവഴുപ്പുള്ളതും ഉറച്ചു. അതുകൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്നെന്ന് നമ്മൾ ഈച്ചയും കൊതുകിനെയും അടിച്ചു കൊല്ലുന്ന പോലെ ആയിരങ്ങളെ കൊന്നൊടുക്കി. ഇത്രയും വലിയ കാര്യം ചെയ്ത ശിംശോന്റെ മേൽ ദൈവാത്മാവ് സ്ഥിരമായി ആവസിച്ചിരുന്നില്ല. പരിശുദ്ധാത്മ വരുന്നു, ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ആ ദൗത്യ നിർവഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് തിരികെ പോകുന്നു. പിന്നെയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വരും, ഇതുപോലെ പ്രവർത്തി തികയ്ക്കും, മടങ്ങിപ്പോകും. ഇതായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയുടെ ഒരു തലം. ദാവീദിന്റെ മേൽ, ഏലിയാവിന്റെ മേൽ, എലീശയുടെ മേൽ, പഴയ ഏത് ഭക്തന്മാരെ നോക്കിക്കേ, അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മ വന്നു, സ്ഥിരമായി ആവസിച്ചില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള രൂപാന്തരം സംഭവിക്കുന്നില്ല. ഈ ശിംശോനൊക്കെ അടുത്ത നിമിഷം പിന്നെയും പാപത്തിൽ അടിമപ്പെട്ടു പോകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മ വരികയും പോവുകയും ചെയ്യുന്ന നിലയിലല്ല, നമ്മളിൽ സ്ഥിരമായി ആവസിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരികയില്ല, ഞാൻ പോയാൽ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. ഓ, വാക്ക് യേശു പറഞ്ഞ വാക്കിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. എന്നേക്കും ഇരിക്കേണ്ടതിന്, എന്നേക്കും വസിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥന്റെ റോളിലാ പുതിയ നിയമസഭയ്ക്കകത്ത് വെളിപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യസ്ഥൻ? വലിയ തറവാടുകളിൽ, വലിയ വലിയ വീടുകളിൽ, വലിയ പണ്ടത്തെ കാലത്തൊക്കെ കാര്യസ്ഥന്മാരുണ്ട്. വീട്ടുടമസ്ഥനേക്കാൾ, വീട്ടിലെ മറ്റംഗങ്ങളെക്കാൾ കൂടുതൽ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന വ്യക്തിയാണ് കാര്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ഒരു മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാത്തിനുമേൽ അദ്ദേഹത്തിന്റെ കണ്ണെത്തും. ഓവറോൾ എല്ലാം എടുത്ത് ഓടി നടന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ, കുറവുണ്ടോ, അതെല്ലാം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തി കാര്യസ്ഥൻ. ആമേൻ. യേശു പറയുകയാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇനി വരുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടി വന്നിട്ട് അത് നിർവഹിച്ച് തിരികെ പോകുന്ന ലെവലിലല്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ വസിക്കുന്ന കാര്യസ്ഥന്റെ റോളിൽ. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങൾ നമ്മുടെ അകത്ത് നിരാശ വരാറുണ്ടല്ലേ? വേദനയും വിഷമതയും വന്നിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം ഞങ്ങൾക്ക് കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, എൻ്റെ മേൽ പരിശുദ്ധ ആത്മാവ് സ്ഥിരമായി ആവസിക്കുന്നുണ്ട്. സ്ഥിരമായി പരിശുദ്ധാത്മാവ് ആവസിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എപ്പോൾ എന്ത്, എങ്ങനെ നടത്തണം, എന്ത് ചെയ്യണം എന്നെല്ലാം നമ്മളെക്കാൾ നന്നായി അറിയുന്ന കാര്യസ്ഥൻ ആമേൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ ഭാരപ്പെടുന്നത്? ആമേൻ എന്തിനാ നിരാശപ്പെടുന്നത്? ആമേൻ എന്നേക്കാൾ നന്നായി എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എന്നേക്കാൾ നന്നായി എന്നെ പുലർത്തുന്ന, എന്നേക്കാൾ നന്നായി എന്നെ സംരക്ഷിക്കുന്ന, എന്നേക്കാൾ നന്നായി ആമേൻ എന്നെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലെ ആമേൻ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ സഭയ്ക്കകത്ത് വന്ന് ഡിവിഷൻ ഉണ്ടാക്കേണ്ടവരല്ല. ആമേൻ പക്ഷം പിടിച്ച്, ഓ ഞാൻ ഇന്നയാളുടെ ആളാണെന്ന് പറഞ്ഞ് ആമേൻ ഇതിനകത്ത് വേറെ ബിസിനസ് നടത്തേണ്ടവരല്ല. നിങ്ങളെ വിളിച്ച വിളി ആമേൻ ഒരു ശ്രേഷ്ഠകരമായ വിളിയാണ്, ഒരു മഹത്വകരമായ വിളിയാണ്. ആമേൻ എന്തിനാ നിങ്ങളെ വിളിച്ചത്? ദൈവത്തിന്റെ മന്ദിരമാകാൻ.
ഈ മന്ദിരം എന്ന് പറയുന്ന പദം നമ്മൾ അത്ര സർവ്വസാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ ഈ കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ആമേൻ, മന്ദിർ 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 എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ ക്ഷേത്രം പോലെയുള്ള വലുതും ചെറുതുമായ ആലയങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്ന പദമാണ് മന്ദിർ. ആമേൻ. അതിൻ്റെ മലയാളമാണ് മന്ദിരം. ഹല്ലേലൂയ. ആമേൻ. മന്ദിരത്തിനകത്ത്, സ്തോത്രം, മന്ദിരത്തിനകത്ത്, ഹല്ലേലൂയ, എപ്പോഴും ദൈവം വസിക്കുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ട്. ആമേൻ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, ഹല്ലേലൂയ, വചനം പറയാം, നിങ്ങൾ മന്ദിരമാണെന്ന് ആ വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞാൽ സന്തോഷിക്കണം. എൻ്റെ അകത്ത് എപ്പോഴും കർത്താവിൻ്റെ ഒരു വാസമുണ്ട്. ഞാൻ സങ്കടപ്പെടുമ്പോഴും കരയുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും ഒന്നും കർത്താവിനെ വിട്ടു പോകുന്നില്ല. അവന്റെ സാന്നിധ്യം എൻ്റെ അകത്തുണ്ട്. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് അത് തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ ചിലപ്പോൾ പറയോ, എനിക്ക് ദൈവസ്ഥാനത്തൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല, അയ്യോ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ, ആമേ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആമേ, നിനക്ക് ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും വിട്ടുപിരിയാത്ത സാന്നിധ്യം. കാരണം പരിശുദ്ധാത്മ ബോഷ്ക്ക് പറയത്തില്ല, ആമേൻ, കള്ളം പറയത്തില്ല. ആമേൻ, നിങ്ങളുടെ കൂടെ വസിക്കേണ്ടതിന് കാര്യസ്ഥന്റെ റൂളിൽ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് സദാകാലവും 24 അവേഴ്സും 365 ദിവസവും അവൻ നമ്മളിൽ വസിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. അവൻ വസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മന്ദിരമാണ് നമ്മുടെ ശരീരമെങ്കിൽ, ഹല്ലേലൂയ, ലോകത്തിന് ഒരു പക്ഷെ നമ്മൾ ഒരു വില കാണത്തില്ല. പലരും നമ്മുടെ പുറമേയുള്ള സൗന്ദര്യത്തെയൊക്കെ വിലമതിക്കാതെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തി, അവളെ കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, എന്തോന്നിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളിട്ട് പറയണം, പുറമെ നോക്കുമ്പോൾ പ്രത്യേകത ഇല്ലെങ്കിലും ആമേൻ, കർത്താവ് വസിക്കാൻ തിരഞ്ഞെടുത്ത അവൻ്റെ ഒരു മന്ദിരമാണ് ഞാൻ. ആമേൻ. പുറമെ നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും നമുക്ക് കാണാനില്ലായിരിക്കാം. പക്ഷെ അകത്ത് വസിക്കുന്ന ആരാ? യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ. ആ തിരിച്ചറിവിന്റെ രാത്രി ഉണ്ടാകണം. അകത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹം വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സിംഹം ഗർജിക്കും. ആമേൻ. സിംഹം കരയത്തില്ല. ഇന്ന് രാത്രി പ്രശ്നം കണ്ട് കരയാനല്ല, ഇന്ന് രാത്രി ഗർജിക്കാൻ, ഇന്ന് രാത്രി ഗർജിക്കാൻ, ഇന്ന് രാത്രി ചിലതിനെ നോക്കി ഗർജിക്കാൻ ആമേൻ, കർത്താവ് നിന്റെ മേൽ ആമേൻ ഒരു അധികാരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ദിരം, ആ വെളിപ്പാട് ഇന്ന് രാത്രി നമ്മുടെ അകത്തൊന്ന് കത്തട്ടെ. പരിശുദ്ധാത്മ എനിക്കത് ഒത്തിരി ചിന്തകൾ എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കാനും പറയാനും ആളില്ലാത്തവരല്ല. സ്തോത്രം. ചിലപ്പോൾ ചിലരൊക്കെ വലിയ ധാർഷ്ട്യത്തോടൊക്കെ വന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴല്ല, മുന്നേ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാനൊന്നും ആരും വരത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിനക്കൊക്കെ ആരും ചോദിക്കാനും പറയാനും ഉണ്ടോ? സ്തോത്രം. പറയണം, ചോദിക്കാനും പറയാനും മനുഷ്യൻ കാണത്തില്ല, പക്ഷെ അത്യുന്നതനുണ്ട്. ചുമ്മാതല്ല കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നെന്ന്. ആമേ. അവൻ വസിക്കുന്ന മന്ദിരത്തെ തൊട്ടാൽ, സ്തോത്രം, 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 എല്ലാത്തെയും തൊടുന്ന ഒരുപോലെയല്ല. നമ്മുടെ പറമ്പിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഒക്കെ വേണ്ടാത്ത ആക്രി സാധനങ്ങൾ ഒരുപാട് കിടക്കും. വേണ്ടാത്ത ഇരുമ്പും പ്ലാസ്റ്റിക്കും ഒക്കെ. ആക്രി പെറുക്കാൻ വരുന്നവൻ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ ചിലപ്പോൾ നമ്മൾ അടുത്തൊരു സാധനം എടുക്കാൻ പോകുമ്പോഴത്തേനായിരിക്കും എടുത്ത് സ്തോത്രം അവന്റെ ചാക്കിനകത്താക്കും. ഹല്ലേലൂയ. എന്നാല് ഈ റെയിൽവേ കണ്ടിട്ടുണ്ടോ? റെയിൽവേ ട്രാക്ക്, അവിടെ എത്ര ടൺ കണക്കിന് കമ്പി ഇരുമ്പും, ആരും ചോദിക്കാനും പറയാനില്ല, അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. എന്താ അതേ പോയി തൊടാത്തെ? എന്താ അതേ പോയി തൊടാത്തെ? അതിൽ നിന്ന് എടുത്തോണ്ട് പോയാൽ എന്താ? തൊട്ടാൽ വിവരം അറിയും. എന്താണെന്നറിയാം? അതിലൊരു മുദ്രയുണ്ട്.
ആമേൻ. അതേ ചില സീൽ കിടപ്പുണ്ട്. അത് തൊട്ടാൽ തൊടുന്നവൻ വിവരമറിയും. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളോട് ചോദിക്കാൻ ആരുമില്ല, ആമേൻ, നമ്മളെ അറിയുന്ന ആരുമില്ല. പക്ഷെ ഒരു രക്തത്തിന്റെ മുദ്ര, ഒരു രക്തത്തിന്റെ മുദ്ര ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനൊരു മുദ്ര എന്റെയും നിന്റെയും മേൽ കിടപ്പുണ്ട്. നമ്മളെ തൊട്ടാൽ തൊടുന്നവൻ വിവരമറിയും. കമോൺ, കരങ്ങൾ അടിച്ച് രാത്രി കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. ഞാൻ അഡ്രസ് ഇല്ലാത്തവളല്ല, ഞാൻ ചോദിക്കാനും പറയാനും ഇല്ലാത്തവനല്ല. അവൻ എന്റെ മേലൊരു മുദ്ര കിടപ്പുണ്ട്. കർത്താവിന്റെ മന്ദിരമാണ് നമ്മള്. ആമേൻ. ആ വെളിപ്പാടിൽ വേണം നടക്കാൻ. തല കുനിഞ്ഞയ്യോ ഞാൻ ആരുമില്ലാത്തവളാണ്, ആമേ, ഒരു അയ്യോ ഭാവം കളിച്ച് മായത്താഴിയൊന്നും കാണിച്ച് ആരുടെയെങ്കിലും സഹതാപം പിടിച്ചു പറ്റാനുള്ള ആമേൻ വാക്കുകളൊക്കെ പറഞ്ഞ് പ്ലീസ് നടക്കരുത്. മന്ദിര തലയെടുപ്പോടെ മന്ദിര തല ഉയർത്തി നിൽക്കേണ്ടതാ. എത്ര ബിൽഡിംഗ് ഉണ്ടെങ്കിലും വലിയ ആമേൻ ബിൽഡിങ്ങിന്റെ സമുച്ചയത്തിന്റെ നടുവിലും ആമേൻ മന്ദിരത്തെ എടുത്ത് കാണിക്കത്തക്ക ചില വിശേഷണങ്ങൾ അതിനുണ്ട്, അല്ലേ? നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓ, ഇത് കണ്ടിട്ടൊരു പള്ളിയാണെന്ന് തോന്നുന്നു, ഇത് കണ്ടിട്ട് ഒരു ക്ഷേത്രം, ഒരു ആരാധന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം എന്താ? അതിനൊരു വിശേഷണമുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി വിശേഷതയുള്ളവരൊക്കെ നിനക്ക് ചുറ്റും കാണും. എന്നാൽ അവരുടെ നടുവിൽ ദൈവം തിരഞ്ഞെടുത്ത നീ വ്യത്യസ്തയാ, നീ വ്യത്യസ്തനാ. ഹല്ലേലൂയ. നിന്റെ മുഖച്ഛായ മാറ്റുന്ന ദൂത ഇന്ന് രാത്രി പരിശുദ്ധമോ കൈമാറുന്നത്. എല്ലാ സങ്കടങ്ങളെയും വിട്ട് സടകുടു എഴുന്നേറ്റിട്ട് പറ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ. ആമേൻ. കർത്താവിന് എന്നിൽ വസിക്കാൻ ഇഷ്ടം തോന്നിയത്. അവൻ ഈ ഭൂമിയിൽ, ആമേൻ, യേശു 33.5 വർഷം ഈ ലോകത്തിൽ മനുഷ്യനെ പോലെ ജീവിച്ചു. 3.5 വർഷം യേശു മിനിസ്റ്റർ ചെയ്തു. ആമേൻ. യേശുവിന്റെ കൈ കൊണ്ടുപോയി വെച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. യേശു നടന്നുപോയി പ്രസംഗിച്ചു. യേശു വാ തുറന്ന് സംസാരിച്ചു. അപ്പൊ ഒരു ഭൗതിക ശരീരം യേശുവിന് ഭൂമിയിൽ മിനിസ്ട്രിക്ക് ആവശ്യമായിരുന്നു, അല്ലേ? നോക്കാൻ കണ്ണ്, സംസാരിക്കാൻ വാ, വെക്കാൻ കൈ, നടക്കാൻ കാല്, ഒരു ശരീരം ആവശ്യമായിരുന്നു. എന്നാൽ യേശു തിരികെ സ്വർഗാരോഹണം ചെയ്തതോടുകൂടി മിനിസ്ട്രി അവസാനിക്കുകയല്ല. മിനിസ്ട്രി യേശു ചെയ്തതിനേക്കാൾ 100 മടങ്ങ് വർദ്ധനവനോടെ ഇവിടെ പുനരാരംഭിക്കും. എങ്ങനെ? യേശുവിന്റെ കണ്ണുകളാക്കി, യേശുവിന്റെ കൈകളാക്കി, യേശുവിന്റെ കാലുകളാക്കി, യേശുവിന്റെ നാവുകളാക്കി അവൻ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ആമേൻ. ഇപ്പൊ ഞാനും നിങ്ങളും ആരാ? കർത്താവിന്റെ പകരക്കാരാണ്. ആമേൻ. അവന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ ചുമന്നുകൊണ്ട് നടക്കുക. ചലിക്കുന്ന ആലയങ്ങൾ, പുതിയ നിയമസഭയ്ക്കകത്ത് അമ്പരം ചുംബികളാകുന്ന ബിൽഡിങ്ങിനകത്തോ മദ്ബഹയ്ക്കോ അൽത്താരക്കൂട്ടിലോ ഒന്നുമല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. ചലിക്കുന്ന ആലയങ്ങളാകുന്ന എന്റെയും നിങ്ങളുടെയും അകത്താണ് അവൻ ദൈവം വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുടെ കാൽ ചവിട്ടുമ്പോൾ നമ്മുടെ കാല് കുത്തുന്നിടത്ത് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ആമേൻ. അപ്പൊ ഇവിടെ ബിൽഡിങ്ങിന് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ നമുക്ക് ആരാധിക്കാൻ, കൂടി വരാൻ മാന്യമായൊരു സ്ഥലം വേണം. ദാറ്റ്സ് ഓൾ. അതിനപ്പുറം ഒന്നുമില്ല. ഇവിടെ എന്തോ, ആമേൻ, അവിടെ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ അകത്തുണ്ടാകരുത്. പക്ഷെ എന്റെയും നിങ്ങളുടെയും അകത്ത്, നമ്മളിൽ, ആമേൻ, കർത്താവ് വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അറിയുന്നില്ലയോ? നിങ്ങളെ എന്തിനാ വിളിച്ചത്? സഭയ്ക്കകത്ത് വന്ന് ഡിവിഷൻ ഉണ്ടാക്കേണ്ടതിനല്ല, ആരുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ആമേൻ ഈ ഭൂമിയിലെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഏർപ്പെട്ട് സമയം പാഴാക്കേണ്ടതിനല്ല, ദൈവത്തിന്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കാൻ, അവന്റെ പകരക്കാരായി നിൽക്കുവാൻ, അവന്റെ മന്ദിരമായി ലോകത്തിൽ തിളങ്ങേണ്ടതിനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. അത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ആമേൻ, ഞങ്ങൾ
അല്ല, ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൻ്റെ മന്ദിരമാ, ഞാൻ ക്രിസ്തുവിൻ്റെ ആലയമാ. ഹല്ലേലൂയ. ആ വെളിപ്പാടകത്തെ കത്തി തുടങ്ങിയ പിന്നെ ഭൂമിയിലെ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കരയാൻ പറ്റുമോ? ആമേ, നമുക്കത് ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവിനകത്താ ജയമാരംഭിക്കുന്നത്. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് നമ്മൾക്ക് ഈ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവരുടെ ഈ സ്റ്റോളുകൾ ഇട്ടേക്കുന്ന കാണാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡിസ്പ്ലേ ആയിട്ട് ചെറിയ ഔട്ട്ലെറ്റുകൾ. അപ്പോൾ നമ്മളവിടെ ചുമ്മാ ഒന്ന് വണ്ടി ചവിട്ടിയാൽ മതി, അവർ ഓടി വരും. സാർ തന്നെ പിന്നെ അവരുടെ വണ്ടിയുടെ കുറേ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. നമ്മുടെ നമ്പറൊക്കെ അവർ കളക്ട് ചെയ്യും. ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ നമുക്ക് ഓടിച്ചൊക്കെ നോക്കാം. ഞാനങ്ങനെ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കുന്ന പുതിയ വണ്ടികളൊക്കെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് നടത്തി കാശ് കൊടുത്ത് വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഒക്കെ എടുത്ത് മടങ്ങും. ഇല്ലെന്നുണ്ടെങ്കിൽ അതോടുകൂടി ബിസിനസ് അവസാനിപ്പിച്ചു. ഇങ്ങനെ പലരും ഓരോ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് നടത്തും. ആർക്കും ടെസ്റ്റ് ഡ്രൈവ് നടത്താം, കാരണം അത് അതിനു വേണ്ടിയിട്ടേക്കുന്നതാണ്. എന്നാൽ ഒരുവൻ കാശ് മുടക്കി ഈ വണ്ടി മേടിച്ച് വീട്ടിൽ കാർപോർച്ചി കൊണ്ടുപോയിട്ടാൽ, നമ്മുടെ പഴയ ടെസ്റ്റ് ഡ്രൈവ് നടന്നതിനെ കൂടെ വരുമ്പോൾ ഇത് ഞാനൊന്ന് ഓടിച്ചു നോക്കിയ വണ്ടിയാ, അന്ന് ഓടിച്ചിട്ട് കൊതി തീർന്നില്ല, ഒന്നുകൂടെ ഓടിക്കാമെന്ന് പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിയാൽ അന്നേരം വിവരം അറിയും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ ഡിസ്പ്ലേ ഇട്ടപ്പോൾ ആർക്കും വഴിയെ പോകുന്നതിന് വരുന്നവരെല്ലാതെ തൊട്ട് നോക്കായിരുന്നു, അത് ഓടിച്ചു നോക്കായിരുന്നു. പക്ഷെ ഒരുവൻ വില കൊടുത്ത് ആ വീട്ടിന്റെ ഉമ്മറത്ത് കൊണ്ടിട്ടാൽ ഇനി അത് തൊട്ടാൽ തൊടുന്നവന് വിവരം അറിയും. കാരണം വില കൊടുത്ത് ഒരുവൻ വന്ന് ചോദിക്കും. ഹല്ലേലൂയ. അന്യരും പരദേശികളുമായി പാപാന്തകാരത്തിൽ കിടന്നപ്പോൾ പിശാചിന്റെ ഇഷ്ടങ്ങളെല്ലാം, അവന്റെ പ്രോഡക്റ്റുകളെല്ലാം അവൻ നമ്മുടെ മേലെ ഇഷ്ടം വിറ്റഴിച്ചു. എന്നാൽ യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വർഗീയ ഭവനത്തിലെ അവകാശികളാക്കി, അംഗങ്ങളാക്കി, അവന്റെ വാസഗേഹമാക്കി, അവന്റെ ആത്മാവിനെ വസിക്കുന്ന ഗ്രഹമാക്കി അവൻ നമ്മളെ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവന്റെ ഭവനത്തിൽ താമസിപ്പിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വഴിയെ പോകുന്നവനും വരുന്നവനൊന്നും തൊടാൻ പറ്റത്തില്ല. ആരെങ്കിലും തൊട്ടാൽ ഹല്ലേലൂയ വില കൊടുത്തവനാ പൊള്ളുന്ന. വില കൊടുത്തവൻ ചോദിക്കും, വില കൊടുത്തവൻ ചോദിക്കും. ഹല്ലേലൂയ. വില കൊടുത്തവനൊരു പോറൽ പോലും ഏൽക്കുന്നത് സഹിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചേർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വില കൊടുത്തവർക്ക് പുതിയ വണ്ടിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവൻ ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ തന്നെ സ്ക്രാച്ച് വന്നു, പെട്ടെന്ന് എന്ത് ചെയ്യാം, പൊടിക്കൈകൾ വെച്ച് ആ സ്ക്രാച്ചൊക്കെ അങ്ങ് മാറ്റും. കുറച്ച് നാളത്തേക്ക് സ്തോത്രം. അത്ര കെയറിങ്, അത്ര പരിപാലനമാ. അവൻ വില കൊടുത്തവനൊരു വേദനയുണ്ട്. നിസ്സാരം പാട്ട വണ്ടിക്ക് നമ്മൾ ഇത്രയും കൺസേൺ ആണെങ്കിൽ ഹല്ലേലൂയ, ഇതൊന്നും വലിയ കാര്യമല്ല. നമ്മൾ എത്ര വില കൊടുത്ത് മേടിച്ചോണ്ട് വന്നാലും രാത്രി ഒന്ന് ഓടിച്ചു പോകുമ്പോൾ ഒരു മിനിറ്റിലേക്ക് ഒന്ന് കണ്ണ് ചിമ്മിയാൽ നമ്മുടെ ജീവനെയും കൂടെ അപായപ്പെടുത്തി എവിടെയെങ്കിലും ഇടിച്ചു കയറി ഒരു ചണ്ടി കൂമ്പാരമാകാനുള്ളതേ ഉള്ളൂ ഈ പാട്ട വണ്ടി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അങ്ങ് അറ്റത്തെ വാക്കങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളത്. പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെയാണോ? നമ്മുടെ രക്തത്തിന്റെ വിലയാ, നമ്മുടെ യേശുവിന്റെ രക്തത്തിന്റെ വിലയാ. പിതാവാം ദൈവം ചോദിക്കുക, യേശുവിനോട് ഭൂമിയിൽ പോയി എന്ത് സമ്പാദിച്ചു? ആൾക്കാർ ചോദിക്കാറില്ല, ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഞങ്ങൾ എന്തോ സമ്പാദിച്ചു, ഇത്ര നാൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ വിദേശത്ത് പോയി, ആമേൻ ഇരുമുറിയെ പണിയെടുത്തു, ആമേൻ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ ആമേൻ നമ്മൾ മറ്റൊരു രാജ്യത്ത് മറ്റൊരു സ്ഥലത്ത് പോയി വീട് വിട്ട് അധ്വാനിച്ചു, എന്നിട്ട് എന്ത് സമ്പാദിച്ചു? ചിലർ പറയാം, ഞങ്ങൾ വീട് വെച്ചു, വണ്ടി മേടിച്ചു, തോട്ടം മേടിച്ചു, ബിൽഡിംഗ് പണിതു, മക്കളെ കെട്ടിച്ചയച്ചു, പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഇങ്ങനെ പല കാര്യങ്ങൾ പറയും. ഇതുപോലെ പിതാവാം ദൈവം യേശുവോട് ചോദിക്കുകയെന്നിരിക്കട്ടെ, ഭൂമിയിൽ പോയിട്ട് എന്താ സമ്പാദിച്ചേ?
കാണിക്കാൻ വല്ലതുമുണ്ടോ? യേശുവിന് കാണിക്കാനുള്ള അവന്റെ സമ്പത്ത് നമ്മൾ ഓരോരുത്തരുമാ. ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആമേൻ ഒരു കൂട്ടം സകല ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതിയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവന് ഒരു ഉത്തരവാദിത്തമില്ലേ? നമ്മളെ കുറിച്ചൊരു ഉത്തരവാദിത്തമില്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി വൈകിപ്പോയി, അയ്യോ അത് നടന്നില്ലല്ലോ, അയ്യോ എത്ര നാളായി. ഇങ്ങനെയുള്ള ചോദ്യം പോലും അസ്ഥാനത്താണ്. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരുവൻ എനിക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി സന്തോഷത്തുള്ളണം. എനിക്കൊരു മുട്ടും ഒരു കുറവും ഒന്നിനും വരാതെ, എന്നെക്കാൾ നന്നായൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെ പരിപാലിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ളവനുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാ? അവന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ. അവന്റെ ആത്മാ വസിക്കുന്നത് പറഞ്ഞാൽ, ആ വാസഗേഹം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാര പരിപാടിയല്ല. കർത്താവിന്റെ സ്വന്തം, കർത്താവിന്റെ സമ്പത്ത്. ആമേൻ. പിതാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് നമ്മളെ ഓരോരുത്തരെയാ. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞാലേ നിസ്സാര കാര്യമാണോ? നമ്മളാരും നമ്മുടെ രക്തം വിറ്റെന്നേലും മേടിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തേക്ക് നിങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. രക്തം ഒരു സാധനം വാങ്ങിക്കാൻ കാശില്ലായിരുന്നു. ഉടനെ 2 കുപ്പി ബ്ലഡ് അങ്ങോട്ട് കൊടുത്താൽ കിട്ടിയ വായുസയ്ക്ക്. അങ്ങനെ ആരും മേടിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എങ്ങാനും മേടിച്ച എന്നോ ഒരു പ്രാധാന്യമായിരിക്കും അതിന്, അല്ലേ? രക്തം പണ്ടിങ്ങനെ രക്തം കൊണ്ടൊക്കെ ചില എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലേ? രക്തം കോമ്പസ് കുത്തി വന്ന രക്തം കൊണ്ട്, വെള്ള പേപ്പർ, ചുമന്ന മഷിയല്ല, രക്തം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ചങ്ക് പറിച്ച് സ്നേഹിക്കും. ഭയങ്കരമാണ് ആ ഡീപ്പ് റിലേഷൻ കാണിക്കും. പോട്ടെ, വിഷയമല്ല. പക്ഷെ യേശു രക്തം കൊടുത്ത് നമ്മുടെ വിലയ്ക്ക് വാങ്ങി. രക്തം കൊടുത്താണ് അവൻ നമ്മളെ മന്ദിരമാക്കിയത്. ലോകത്തിൽ മന്ദിരം പണിയാൻ കല്ലും മണ്ണും സിമെന്റും കമ്പിയും തടിയും മുതലായ വസ്തുവകൾ കൊണ്ട് മന്ദിരം പണിയാം. പക്ഷെ ഞാനും നിങ്ങളുമാകുന്ന മന്ദിരത്തിന് വേണ്ടി കർത്താവ് കൊടുത്ത വില തന്റെ രക്തമാണ്. ഹല്ലേലൂയ. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മന്ദിരത്തിനകത്ത് അവൻ തന്റെ ആത്മാവിനെ സ്ഥിരവാസമാക്കി. ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ, യേശുവിന്റെ പകരക്കാരായി മാറാം, അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ രാത്രി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആ ഭയങ്കരമായ സത്യം നമ്മളെ കുറിച്ചുള്ളത് കിടക്കുമ്പോളാ ചോദിക്കുന്നത്, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങൾ എന്തിനാ ഈ ഡിവിഷൻ കളിച്ച് സമയം കളയുന്നേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ല. ഇത് രാത്രി നമ്മോട് ചോദിക്കുക, നിങ്ങൾ അറിയുന്നില്ലേ? നിസ്സാര പരിപാടിക്ക് വേണ്ടിയല്ല ദൈവം എന്നെ കണ്ടത്. ചെറിയ പദ്ധതിക്ക് വേണ്ടിയല്ല ദൈവം എന്നെ കണ്ടത്. ചെറിയ ഷോർട്ട് ടൈം ബിസിനസിന് വേണ്ടിയിട്ടല്ല ദൈവം എന്നെ വിളിച്ചത്. എന്നെ കുറിച്ചുള്ളവന്റെ പദ്ധതി ശ്രേഷ്ഠമാ. എന്നെ കുറിച്ചുള്ളവന്റെ പദ്ധതി ഉന്നതമാണ്. തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ചെന്ന് രാത്രി അല്പനിമിഷങ്ങൾ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഞാൻ നിസ്സാരക്കാരനല്ല, ചോദിക്കാനും പറയാനും ആളില്ലാത്തവരല്ല. അവൻ രക്തത്തിന്റെ വിലയാണ്. അവൻ എനിക്ക് വലിയ പദവിയുണ്ട്. അവൻ ശ്രേഷ്ഠകരമായ ദൗത്യത്തിന് വേണ്ടി യേശുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ ഞാനെങ്കിൽ അവൻ എനിക്കിനി ചെറിയ കാര്യങ്ങളില്ല. ചെറിയ കാര്യങ്ങൾ എന്റെ മനസ്സുടക്കി എന്റെ സമയം പാഴാക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു ഭയങ്കര 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 പ്രോജക്റ്റിന്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥാനയ്ക്കാം.